ബഹുമാനപ്പെട്ട അധ്യക്ഷൻ യോഗം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ പ്രസംഗത്തും വേദിയിലും സദസ്സിലുമുള്ള വ്യക്തികൾ, ഏരിയ ഇൻറ്റൻസീവ് പ്രോഗ്രാം അനുസരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്ന 33 വിദ്യാലയങ്ങൾ വിവാദ വിഷയമായി മാറി. ഈ വിദ്യാലയങ്ങൾ എയ്ഡഡ് പദവി നൽകേണ്ടതുണ്ടോ, സർക്കാർ ഏറ്റെടുക്കുകയാണ് വിദ്യാലയങ്ങൾ വേണ്ടത്? ഇവിടെ ജോലി ചെയ്യുന്ന 238ഓളം അധ്യാപകർ 8 വർഷത്തോളം നിസ്വാർത്ഥമായി പ്രതിഫലം ഏറ്റുവാങ്ങാതെ ജോലി ചെയ്ത അധ്യാപകരുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുക. ഒരുപക്ഷെ ഏരിയ ഇൻറ്റൻസീവ് പ്രോഗ്രാം അനുസരിച്ച് 1995 മുതൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ പ്രശ്നം വിവാദത്തിലൂടെ സജീവമായ ചർച്ചാ വിഷയമാകും. ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് മറ്റ് ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്ന് വളരെ കാലങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതേ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയ ഒരു സംഘടന. അതുകൊണ്ട് ആ ആനുകൂല്യങ്ങൾ അനുവദിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അടിയന്തരമായിട്ട് അനുവദിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റാണ് വിവാദ വിഷയമാക്കിയത്. നേരത്തെ ഇവിടെ എൻ്റെ മുൻ പ്രാസംഗികൻ സൂചിപ്പിച്ചു. മന്ത്രിസഭ എടുത്ത തീരുമാനം എന്താണ് എന്ന് നമുക്കറിയില്ല. മുഖ്യമന്ത്രി പറയുന്നു അത് ഗവൺമെന്റ് സ്കൂളുകളാക്കാനാണ് തീരുമാനിച്ചത്. ഇങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി എയ്ഡഡ് പദവി നൽകാനാണ് തീരുമാനിച്ചത്. അങ്ങനെ നിയമസഭ വിവാദമായി മാറുകയാണ്. എന്തായാലും ഭരണമുന്നണി പരിശോധിച്ച് തീരുമാനമെടുക്കും എന്നാണ് പിന്നീട് ഒരു സമവായത്തിലെത്തിയത്. ഭരണമുന്നണി കാര്യത്തിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നറിയാം. അതായത് 95 മുതൽ കേരളത്തിലല്ല ഇന്ത്യയിലാകെയുള്ള മുസ്ലിം ജനവിഭാഗത്തിന്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള സ്കൂളുകൾ നിലനിൽക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അതിനൊരു വർഗീയതയുടെ അല്ലെങ്കിൽ ഒരു പീഡനത്തിൻ്റെയോ പ്രശ്നമില്ല. വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർ അനുഭവിക്കുന്നുണ്ടെന്ന് സച്ചാർ കമ്മീഷൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ്. അതിനാവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കേണ്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം അത് എയ്ഡഡ് മേഖലയിൽ വേണോ അൺഎയ്ഡഡ് മേഖലയിൽ വേണോ എന്നൊരു തർക്ക വിഷയമാണ്. വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് സ്ഥാപനങ്ങൾ ആവശ്യമാണ്. എയ്ഡഡ് മേഖലയിൽ വേണോ അൺഎയ്ഡഡ് മേഖലയിലോ വേണോ എന്നുള്ളൊരു തർക്ക വിഷയമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന്റെ കാരണം പിന്നീട് പറയും. 1995 ആരംഭിച്ച് 41 വിദ്യാലയം, കുറേ വിദ്യാലയങ്ങൾ കുട്ടികളുടെ കുറവ് മൂലം അടച്ചുപൂട്ടപ്പെട്ട അല്ലെങ്കിൽ ആ മാനേജ്മെന്റുകൾ ട്രസ്റ്റുകൾ ഏജൻസികൾ അത് നിർത്തലാക്കി. ഇപ്പൊ 33 സ്കൂളുകളാണ് എയ്ഡഡ് പദവി നൽകാനുള്ള ആലോചനകൾ നടക്കുന്നത്. ഇത് പരിശോധിക്കുമ്പോൾ അവിടുത്തെ ജോലി ചെയ്യുന്ന അധ്യാപകരെ സംബന്ധിച്ച് ആദ്യം ഒരു കൺസോളിഡേറ്റഡ് എമൗണ്ട് ആയിരുന്നു ശമ്പളമായിട്ട് ലഭിച്ചത്. പിന്നീട് വന്ന ഗവൺമെന്റുകൾ അത് അടിസ്ഥാന ശമ്പളമാക്കി മാറ്റി. പിന്നീടാണ് 2006 മുതലുള്ള ഗവൺമെന്റാണ് അതിന് DA അടക്കം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. ശമ്പള പരിഷ്കരണത്തിന് 2006-ലും 2009-ലെയും ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ അധ്യാപകർക്ക് നൽകാൻ വേണ്ടി തീരുമാനമായി. പക്ഷെ മുഴുവൻ ആനുകൂല്യങ്ങളും ലഭ്യമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസ് നേരത്തെ പറഞ്ഞു. ഉച്ചഭക്ഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി, യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കാനുള്ള അനുവാദം ലഭിച്ചു, സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കി. എന്നുള്ള ഘട്ടം ഘട്ടമായിട്ട് മറ്റ് വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് വിദ്യാലയങ്ങളുടെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള എയ്ഡഡ് വിദ്യാലയങ്ങളുടെ ആനുകൂല്യങ്ങൾ പോലും ആ സ്റ്റാറ്റസ് പോലും ലഭ്യമാക്കാൻ ഇത്തരം വിദ്യാലയത്തിലെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് അടിയന്തരമായ പരിഹാരം കാണണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. വളരെ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യം. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ഡിമാൻഡ് ഉന്നയിക്കുമ്പോഴും നമ്മൾ ആവശ്യം ഉന്നയിക്കുമ്പോഴും ഉയർന്നു വരുന്ന ഒരു പ്രശ്നം
ഇപ്പൊ വിദ്യാലയങ്ങൾ എയ്ഡഡ് പദവി നൽകണം എന്നാണ് എനിക്ക് മുമ്പേ സംസാരിച്ചിട്ടുള്ള ആ വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞത്. എയ്ഡഡ് പദവി നൽകണം, അധ്യാപകർക്ക് ആനുകൂല്യങ്ങൾ നൽകണം, വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസ് മറ്റ് വിദ്യാലയങ്ങളുടെ മാതിരി പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഏർപ്പെടുത്തണം എന്നുള്ള തീരുമാനമാണ്. ഈ ചോദ്യം സന്ദർഭമേ ചോദിക്കാം. 238 ഈ വിദ്യാലയങ്ങൾക്ക് എയ്ഡഡ് പദവി നൽകിയാൽ ഈ 238 അധ്യാപകർക്കും ഇന്നത്തെ രീതിയിൽ അധ്യാപകരെ തുടരാൻ കഴിയും? സാധ്യതയുണ്ടോ? പരിശോധനയ്ക്ക് വേണ്ടി, ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഉന്നയിക്കും. മാനേജ്മെന്റ് അവരോട് പണം ആവശ്യപ്പെടും. എയ്ഡഡ് പദവി അനുവദിക്കുമ്പോൾ, എയ്ഡഡ് സ്കൂൾ അധ്യാപകർ എന്ന പദവി ലഭിക്കുമ്പോൾ മാനേജ്മെന്റുകൾ ഈ അധ്യാപകരോട് കൂടുതൽ പണം ആവശ്യപ്പെടുമോ? അതൊരു വിദ്യാഭ്യാസ പാക്കേജിന്റെ ഭാഗമായിട്ട് പ്രൊട്ടക്റ്റഡ് അധ്യാപകർ ഈ വിദ്യാലയത്തിൽ വെക്കും. ഇനി ഉണ്ടാവുന്ന തസ്തികകൾ തീർച്ചയായും മാനേജ്മെന്റ് ആയിരിക്കും നിയമനം നൽകുക. നേരത്തെ ഇവിടെ സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ പറഞ്ഞു. ഇവിടുത്തെ അധ്യാപക നിയമനത്തിൽ അങ്ങനെ സാമൂഹ്യ നീതി പാലിക്കപ്പെടുന്നു. നേരത്തെ ഇവിടെ ഡോക്ടർ സാർ ഇവിടെ പറഞ്ഞു, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അനുവദിച്ച വിദ്യാലയങ്ങളിൽ ഭൂരിഭാഗവും അമുസ്ലിങ്ങളാണ് ജോലി ചെയ്യുന്നത്. കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ റിസർവേഷൻ കാറ്റഗറി പരിശോധിക്കുമ്പോൾ SC വിഭാഗത്തിൽപ്പെട്ട 2% മാത്രമാണ്. ആ സോഷ്യൽ ജസ്റ്റിസ് ഇവിടെ നിഷേധിക്കപ്പെടുക, സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുക. ചിലപ്പോൾ മാനേജ്മെന്റ് അസോസിയേഷൻ അംഗീകരിക്കില്ല, എന്നാലും നമ്മുടെ അഭിപ്രായം പറയണല്ലോ. ഈ 238 അധ്യാപകർക്ക് ഒരു അധിക സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ എയ്ഡഡ് അധ്യാപകരായിട്ട് മാറാൻ കഴിയുമോ? കഴിയില്ല എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ധാരണ. അത് നമ്മളെ കുറ്റപ്പെടുത്തല്ല. ചില മാനേജ്മെന്റുകൾ ഈ വിദ്യാലയങ്ങൾ ട്രസ്റ്റ് ആയാലും NGO ആയാലും ഈ സ്കൂളിലെ അധ്യാപകരുടെ അധിക സാമ്പത്തികം ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതുപോലെ ഈ വിദ്യാലയങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകുന്ന തസ്തികകളടക്കം ഇത് റിസർവേഷൻ, അധ്യാപക നിയമനത്തിലുള്ള റിസർവേഷൻ പാലിക്കപ്പെടും. ഇതുപോലെ PSCക്ക് വിടണമെന്നുള്ള അഭിപ്രായം. സ്വാഭാവികമായും ഞാൻ എൻ്റെ സംഘടനയുടെ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് ഗവൺമെന്റ് വിദ്യാലയങ്ങളാക്കി മാറ്റണമെന്നുള്ള അഭിപ്രായമാണ്. ചിലപ്പോൾ അത് ഓർഫനേജ്, വഖഫ് സ്വത്തൊക്കെ ആയതുകൊണ്ട് ചില പ്രയാസങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. എന്നാൽ ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഈ ജോലി ചെയ്യുന്ന, ഈ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് മുഴുവൻ അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഏത് ദൃശ്യം അൺഎയ്ഡഡ് ആയാലും എയ്ഡഡ് ആയാലും അൺഎയ്ഡഡ് ആയാലും അത് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള. അതുപോലെ വിദ്യാർത്ഥികൾക്ക് സ്റ്റാറ്റസുണ്ട്. വിദ്യാഭ്യാസപരമായ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട വിദ്യാലയങ്ങളാണ്. അതിനനുസരിച്ചുള്ള ഒരു സംവിധാനം ഉണ്ടാവണം എന്നുള്ള കാര്യം തർക്കമില്ല. മറ്റേ വിദ്യാഭ്യാസപരമായ, പിന്നെ മലബാർ മേഖലയുടെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയൊക്കെ ഒരു കമ്മ്യൂണൽ പ്രോബ്ലമായിട്ട് എടുക്കേണ്ട പ്രശ്നമൊന്നുമില്ല. പ്രാദേശികമായിട്ടുള്ള പ്രശ്നമായിട്ട് എടുത്താൽ മതി. എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഉയർത്തേണ്ട ഒരു പ്രശ്നമാണ്. അതൊരു കമ്മ്യൂണൽ പ്രോബ്ലമായിട്ട് എടുക്കേണ്ട കാര്യമല്ല എന്നാണ് വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ. ഇതാണ് എൻ്റെ സംഘടന അഭിപ്രായം എന്നത്. ഇതാണ് അധ്യാപകർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണം, അവരുടെ എല്ലാ സ്റ്റാറ്റസും പാലിക്കപ്പെടണം, നിയമനത്തിൽ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി അനുവർത്തിക്കപ്പെടണം. അതിനുള്ള സംവിധാനം എന്താണ് എന്ന് ഗൗരവമായ ചർച്ച നടത്തിയിട്ട് തീരുമാനിക്കേണ്ടതാണ്. ഇത് ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കുകയായിരിക്കും നന്നാവുക എന്നാണ് എൻ്റെ സംഘടനയുടെ